ലിയോ അബ്ദുള്ള, നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഓരോ ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് കോടതി പോകുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെ നിർബന്ധ പരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ ഉടനെ ഇല്ല എന്ന് പറയുന്നവർ ഉടനെ കോടതി പോകണം. അദ്ദേഹം ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ പിറ്റേ ദിവസം കോടതി പോകണം. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് കോടതി ഉണ്ടാവില്ല, മറ്റന്നാൾ പോകണം. വേറെ പണിയുണ്ടല്ലോ മറ്റു സമുദായക്കാർക്ക്. എത്രയോ ആളുകൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലുണ്ട്. ആസ്ട്രേലിയയിൽ ഒരു വ്യക്തിയെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിടിച്ച് ജയിലിലിട്ടതിനെ തുടർന്ന് നഷ്ടപരിഹാരം കൊടുത്തു. ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ? ജയിലിൽ നിന്ന് വിട്ടേക്കുന്നുണ്ടോ? ദുഷ്പ്രചരണം നടത്തുന്നവർ മാപ്പ് ചോദിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ പുതിയ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ ഹിന്ദുത്വം ചെയ്യേണ്ടത് ഞങ്ങൾ ഈ സമൂഹത്തോട് വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ആ തെറ്റിൽ നിന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മേലിത് അതല്ലേ വേണ്ടത് രാഹുൽ ഈശ്വർ? ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയവർ സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയുകയല്ലേ വേണ്ടത്? ഈ സ്മൃതി ഈ തരത്തിലുള്ള എന്ന വാദഗതി കൊണ്ടൊന്നും കാര്യമില്ല. രണ്ട് കാര്യങ്ങൾ എൻ്റെ എല്ലാം യൂട്യൂബിലും മറ്റും കിടപ്പുണ്ട്. ഞാൻ മുമ്പും എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് കാണുന്ന സാധാരണ മുസ്ലിം യുവാക്കൾക്ക് എടുത്തു നോക്കാം. പിന്നീട് ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഒരു ബോധപൂർവമായ പ്രചരണമാണ്. ഗുജറാത്തിനെ പ്ലേപ്പ് ചെയ്യും, പക്ഷേ ഗോദ്രയെ കുറിച്ച് മിണ്ടില്ല. ബാബറി മസ്ജിദിനെ കുറിച്ച് പറയും, പക്ഷേ 3.5 ലക്ഷം കാശ്മീരി ഹിന്ദുക്കളെ കാശ്മീരി നിറക്കിയതിനെ കുറിച്ച് പറയില്ല. അപ്പൊ ഇരവാദം വേണ്ട. നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇന്ത്യയിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമെതിരായ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് 3.5 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളെ വെളിയിലാക്കിയതും സിഖ് കൊലപാതകങ്ങളും ഗുജറാത്തും എല്ലാം വിഷമമാണ്. മുസ്ലിം മരിച്ചാൽ മാത്രമേ വിഷമമോ അല്ലെങ്കിൽ ഹിന്ദു മാത്രം മരിച്ചാലേ വിഷമോ എന്ന നിലപാട് ഞങ്ങൾക്കില്ല. 4 ലക്ഷം രൂപ കൊടുത്ത് ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണമാണ് SNDP യോഗം. വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇതിന്റെ എല്ലാ വാർത്തയും ഞാൻ ശ്രദ്ധിച്ചു, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കണം. ലവ് ജിഹാദ് എന്ന ബോധപൂർവമായ വാക്ക് കോയിൻ ചെയ്തതും അതിന്റെ മേളിൽ പൊളിറ്റിക്കൽ മൈലേജ് എടുത്തതും ഇവിടുത്തെ ഹിന്ദു തീവ്ര സ്വരക്കാരാണ്. നിങ്ങൾക്ക് ഞാൻ തീവ്രവാദി എന്ന വാക്ക് മുസ്ലിമിനോടോ ഹിന്ദുവിനോടോ ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദു തീവ്ര സ്വരക്കാർ. ഹിന്ദു തീവ്രവാദികൾ രാഹുൽ? ഹിന്ദു തീവ്ര സ്വരമുള്ളവർ, ആൾക്കാരുടെ പേരറിയില്ലല്ലോ. മുസ്ലിം വിഭാഗത്തിൽ തീവ്ര സ്വരക്കാരുള്ളതുപോലെ ഹിന്ദു വിഭാഗത്തിലും തീവ്ര സ്വരക്കാരുണ്ട്. അങ്ങനെ തീവ്ര സ്വരക്കാരിൽ പെടുന്നതാണോ SNDP യോഗം ജനറൽ സെക്രട്ടറിയും BJP നേതാക്കളും? ഇല്ലല്ല, ഒരിക്കലുമല്ല. ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രം പറയരുത്. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് സാധാരണ മുസ്ലിം യുവാക്കളൊന്ന് അന്വേഷിച്ചാൽ മതി. ഇങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. മലയാളി മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം വാർത്തകൾ വരുന്നു. ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ ദുരുപയോഗമാണ് ഈ വിഷയത്തിൽ നാം കണ്ടിട്ടുള്ളത്. അല്ലാതെ സ്മൃതി, ഒരു കാര്യത്തിൽ വ്യക്തത വേണം. ഈ കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം. ഇപ്പം നിർബന്ധിത മതപരിവർത്തനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിർബന്ധിത ഈ ഷാജി കൈലാസ് കല്യാണം കഴിച്ച ആനിയെ ഹിന്ദുവാക്കി, അതുപോലെ പ്രിയദർശൻ കല്യാണം കഴിച്ച് ലിസിയെ ഹിന്ദുവാക്കി. ഇവിടെ ആരെങ്കിലും പറഞ്ഞോ നിർബന്ധം? ഇത് ഒന്നും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് നാട്ടിൽ സംഭവിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ അല്ല, നമുക്കറിയാം, നമ്മുടെ മെയിൽ ഷോവനിസ്റ്റ് സൊസൈറ്റിയാണ്. സ്വാഭാവികമായും പിന്നെ പുരുഷൻ ആധിപത്യമുള്ള സൊസൈറ്റിയാണ്. അവിടെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ പുരുഷന്റെ ഭാഗത്തേക്ക് ചേരുന്നത് സ്വാഭാവികമാണ്. അതിലെന്തോ അത്ഭുതമാണ്. നമ്മുടെ പരിചയത്തിൽ എത്ര പേരുണ്ട് ഇതേപോലെ ഈ അല്ലാതെ പിന്നെ ഈ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തിയിട്ടുള്ള ആൾക്കാർ? വളരെ കുറവാണ്. എന്താ ഇതിന്റെ പ്രശ്നം എന്നറിയോ? ഇപ്പം ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രചരണം ഉണ്ടായി. അതിഭയങ്കരമായ രീതിയിലുള്ള പ്രചരണം. അത് സോഷ്യൽ മീഡിയയിലല്ല ഉണ്ടായത്, അത് ഉണ്ടായത് പ്രിന്റ് മാധ്യമങ്ങളിലാണ്. ആ പ്രിന്റ് മാധ്യമങ്ങൾ വിശ്വസിച്ച് KCBC പോലുള്ള ആൾക്കാർ അതിഭീകരമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു. സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്നു. അതിന്റെ ഇരയാണ് മറ്റേ ഷൈജു. എന്താ ഷൈജു വരിക? പാവ ഷൈജു ഇരയായി പോവുകയാണ്. ഈ സ്പർദ്ധ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുന്നത്? ഷൈജുവിനെ ചൂണ്ടിക്കാണിക്കും. ഷൈജുവിന് എന്താ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആർക്കെങ്കിലും അറിയാവോ? അവർ വളരെ മാന്യമായ ഒരു രീതിയിൽ ഈ പ്രണയവിവാഹം നടത്തിയ മനുഷ്യരാണ്. അവരിരയായപ്പെടുകയാണ്. എന്താ ഈ ലവ് ജിഹാദിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണത്. ശ്രീ KN എങ്ങനെ കാണുന്നു മാധ്യമങ്ങളുടെ പങ്ക്? ഇതിനെ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് നിഷ്കളങ്കമായിട്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും? നമ്മുടെ മതേതരത്വത്തിൽ തന്നെ ഒരു ദളിത് വിരുദ്ധതയുടെ, ആദിവാസി വിരുദ്ധതയുടെ, സ്ത്രീ വിരുദ്ധതയുടെ, മുസ്ലിം വിരുദ്ധതയുടെ, ക്രൈസ്തവ വിരുദ്ധതയുടെ ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ ലവ് ജിഹാദ് പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ അപകീർത്തിക്കപ്പെടാതെ പോയ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അപരമുഖമാണ് പുറത്തു ചാടിയിരിക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് ഇത് പ്രണയത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് മതപരിവർത്തനത്തിന്റെ പ്രശ്നമല്ല. അതേസമയം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ അവികസിതാവസ്ഥയാണ്. ലവ് ജിഹാദ് എന്ന വാക്ക് ഇനി പഴയ പോലെ പ്രയോഗിക്കപ്പെടില്ലായിരിക്കാം. പക്ഷേ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നവരുടെ നിലപാടുകൾ മാറിയിട്ടില്ല എന്ന് ചർച്ചയിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞു. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്ന മതസംഘടനകൾ അവരുടെ നിലപാട് തിരുത്താൻ തയ്യാറുണ്ടോ? ആരോപണങ്ങൾക്ക് പിന്നാലെ കഥകൾ മെനഞ്ഞ മാധ്യമങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? അറിയേണ്ടത് അതാണ്.
അല്ലെങ്കിൽ ലവ് ജിഹാദ് പോലുള്ള കള്ളം ഇനിയും തലപൊക്കും മറ്റൊരു പേരിൽ മറ്റൊരു സാഹചര്യത്തിൽ.